ശ്രീഡീൻ കുര്യാക്കോസ്, പ്രതിപക്ഷം ഇക്കാര്യത്തിൽ ഒറ്റക്കെട്ടാണ്. ഈ വിഷയത്തിൽ വിദ്യാർത്ഥികളുടെ ഭാവി സംബന്ധിച്ച വിഷയത്തിൽ ഒറ്റക്കെട്ടാണ്. പല രൂപത്തിൽ പല സ്ഥലങ്ങളിലായി സമരങ്ങളൊക്കെ ചെയ്തെങ്കിലും നിങ്ങൾ ഒറ്റക്കെട്ടാണ്. സ്വതേ സൗമ്യനായ അങ്ങയെ കഴിഞ്ഞ ദിവസം ഈ പോലീസ് വാഹനത്തിൽ പിടിച്ചുകൊണ്ടുപോകുമ്പോൾ താങ്കൾക്ക് നേരെ കൈവച്ച പോലീസുകാരന് നേരെ കോളർ പിടിക്കുന്ന താങ്കളുടെ രോഷവും ഞങ്ങൾ കാണുകയുണ്ടായി. അപ്പോൾ എങ്ങനെയാണ് വിദ്യാർത്ഥികളോട് ഈ പോലീസ് സംഘം പെരുമാറിയതെന്നുള്ള കാര്യം, നേർക്കാഴ്ചയായിട്ടുള്ള കാര്യം ഇപ്പോൾ ശ്രീ ജോൺ ബ്രിട്ടാസ് വിശദീകരിച്ചു. ഈ വിഷയത്തിൽ പ്രതിപക്ഷം ഇനി മുന്നിൽ കാണുന്നത് എന്താണ്? ഇപ്പോൾ രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനത്തിൽ പറയുന്നു വിദ്യാർത്ഥികളുടെ ഭാവി സംബന്ധിച്ച വിഷയമാണ്. 10 വർഷങ്ങളായി 152 ചോദ്യപേപ്പറുകൾ ഇതിനകം ചോർന്നിരിക്കുന്നു. അവിടെ എത്തുന്ന കുട്ടികൾ അവരുടെ അനുഭവങ്ങൾ, പരീക്ഷ എഴുതി രണ്ടാം വട്ടം പരീക്ഷ എഴുതാൻ കഴിയാതിരുന്ന വിദ്യാർത്ഥികൾ, പരീക്ഷ എഴുതിയിട്ടും ആദ്യം നല്ല റാങ്ക് ഉണ്ടായി പിന്നീട് താഴേക്ക് റാങ്ക് പോയ വിദ്യാർത്ഥികൾ, ഇവരുടെയൊക്കെ പ്രതികരണങ്ങൾ നമ്മൾ കാണുകയാണ്, അവിടുത്തെ രക്ഷിതാക്കളുടെ പ്രതികരണങ്ങൾ. അപ്പോൾ ഈ സമരത്തെ, പ്രതിഷേധത്തെ ഏത് രൂപത്തിലേക്ക് കൊണ്ടുപോകാനാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നത്? ശ്രീഡീൻ കുര്യാക്കോസ്. കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം മുഖ്യ പ്രതിപക്ഷ കക്ഷി എന്നുള്ള നിലയിൽ ഈ രാജ്യത്തോടുള്ള ഉത്തരവാദിത്തം അത് കൃത്യമായ നിലയിൽ തന്നെ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുമെന്നുള്ളത് യാതൊരു സംശയവുമില്ല. ഇപ്പോൾ താങ്കൾ തന്നെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പ്രതിപക്ഷ പാർട്ടികളെല്ലാം ഒറ്റക്കെട്ടാണ്. ഇന്ന് പാർലമെൻറ്റിലും അത് പ്രതിഫലിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ രാജ്യത്തെ ജനവികാരം അനുസരിച്ച് മാത്രമേ കോൺഗ്രസ് പാർട്ടി നിലപാട് സ്വീകരിക്കത്തുള്ളൂ. ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി നേതൃത്വം നൽകുന്ന എല്ലാ സമര പരിപാടികളിലും ഞങ്ങൾ അടിയുറച്ച് ആ നിലയിലുള്ള പ്രവർത്തനങ്ങളുമായി മുൻപോട്ട് പോകും. ഇവിടെ 3 ദിവസമായി ഇപ്പോൾ പാർലമെൻറ്റ് സമ്മേളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം ഇപ്പോൾ ഗവൺമെൻറ് ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് പറഞ്ഞ് മുന്നോട്ട് വരികയുണ്ടായി. ഇപ്പോൾ 193 റൂൾ അനുസരിച്ചുള്ള ചർച്ച എന്ന് പറയുന്നത് സ്വാഭാവികമായും അത് പാർലമെൻറ്റിൻ്റെ ഒരു നടപടിക്രമമാണ്. അതിനനുസരിച്ച് ഗവൺമെൻറ് തയ്യാറാണ് എന്ന് സ്പീക്കർ തന്നെ അറിയിച്ചിട്ടുണ്ട്. പാർലമെൻ്ററി അഫയേഴ്സ് മന്ത്രി അദ്ദേഹം പാർലമെൻറ്റിൽ ഈ കാര്യം സൂചിപ്പിച്ചു. പക്ഷേ പ്രതിപക്ഷം ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് ഒരു അടിയന്തര പ്രമേയമായി ഈ ചർച്ച മുന്നോട്ട് വെക്കണം എന്നുള്ളതാണ്. കാരണം 193 റൂൾ അനുസരിച്ചുള്ള ചർച്ചയിൽ സ്വാഭാവികമായിട്ട് എല്ലാ ആളുകളും ഈ കാര്യങ്ങളെ സംബന്ധിച്ച് വിശദീകരിക്കും. പക്ഷേ മന്ത്രി ഒരു മറുപടി പറയും, അതോടുകൂടി ആ കാര്യങ്ങൾ അവിടെ അവസാനിക്കും. പക്ഷേ അടിയന്തര പ്രമേയത്തിൻ്റെ ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ വേണമെങ്കിൽ നമുക്ക് വോട്ടിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആവശ്യപ്പെടാം. മാത്രമല്ല ഈ രാജ്യം ഇത്രയേറെ മുൾമുനയിൽ നിൽക്കുന്ന, ഇവിടെ ശ്രീ ജോൺ ബ്രിട്ടാസ് വിശദീകരിച്ചതുപോലെ എല്ലാ അർത്ഥത്തിലും ഇപ്പോൾ സമാനതകളില്ലാത്ത വിധം NDA ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ഒരുപാട് സമരം, കർഷക സമരം ഉണ്ടായിട്ടുണ്ട്, ദീർഘനാൾ നീണ്ടുനിന്ന കർഷക പ്രക്ഷോഭം ഉണ്ടായി. പക്ഷേ ഇവിടെ രാജ്യത്തെ ചെറുപ്പക്കാർ ഒന്നടങ്കം ഇപ്പോൾ ജനാധിപത്യ പ്രക്രിയയിൽ അതിനെ ശക്തിപ്പെടുത്തേണ്ടതായിട്ടുള്ള, ഇനി അതല്ലെങ്കിൽ രാജ്യത്തിൻ്റെ പുരോഗതിയെ ഏറ്റവും കൂടുതലായി കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടതായിട്ടുള്ള ഭാവി തലമുറ എന്ന് പറയുന്ന ചെറുപ്പക്കാർ ഒന്നടങ്കം എല്ലാ രാഷ്ട്രീയവും മാറ്റിവെച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് വരുന്ന ആളുകളുടെ പ്രതിനിധികളായി അവർ സമരരംഗത്തേക്ക് കടന്നു വരുമ്പോൾ അതിൻ്റെ ഒരു അടിയന്തര പ്രാധാന്യം കണക്കിലെടുക്കാൻ ഈ ഗവൺമെൻറ് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. പ്രധാനമന്ത്രിയും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും ഈ കാര്യത്തിൽ ഇപ്പോഴും ന്യായീകരണങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ പ്രതിരോധിക്കുന്നത്, ധർമ്മേന്ദ്ര പ്രധാന് വേണ്ടി ഇങ്ങനെ നിലകൊള്ളുന്നത് എന്തുകൊണ്ടായിരിക്കാം? കാരണം പല തവണ മന്ത്രിസഭാ പുനഃസംഘടന ഉണ്ടാകാറുണ്ട്, പലരുടെയും വകുപ്പുകൾ തെറിക്കാറുണ്ട്, പലരുടെയും മന്ത്രിസ്ഥാനം നഷ്ടപ്പെടാറുണ്ട്. ഇത്രയും ഗുരുതരമായ ആരോപണം ഉയർന്നിട്ടും ധർമ്മേന്ദ്ര പ്രധാനെ ഇങ്ങനെ സംരക്ഷിക്കുന്നത് എന്തുകൊണ്ടായിരിക്കാം? ഇത് ചെറിയൊരു അഴിമതി അല്ലല്ലോ. അതായത് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹം അഴിമതി കേസിൽ കൂടി പ്രതിയാകേണ്ട ഒരു സ്ഥിതി വരും. കാരണം എന്തെന്ന് ചോദിച്ചാൽ ഇവിടെ NTA എന്ന് പറയുന്ന നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ ക്രമക്കേടുകളെ സംബന്ധിച്ചും അതോടൊപ്പം തന്നെ 2017 രൂപീകൃതമായതിനു ശേഷം നാളിതുവരെ അവർ നൽകിയിട്ടുള്ള കോൺട്രിബ്യൂഷനെ സംബന്ധിച്ചുമൊക്കെ വലിയ ഞാനിപ്പോൾ പാർലമെൻറ്റിൽ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ആളാണ്. അപ്പോൾ ആ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ഭാഗമായി നിൽക്കുമ്പോൾ തന്നെ കഴിഞ്ഞ വർഷം ഞങ്ങൾ യുനാനിമസായി, അത് BJP ആണ് ബഹുഭൂരിപക്ഷം, BJPയുടെ ഏറ്റവും തലമുതിർന്ന നേതാക്കളായിട്ടുള്ള ശ്രീ രവിശങ്കർ പ്രസാദിനെ പോലെ, അതുപോലെ അവരുടെ വക്താവായിട്ടുള്ള സാംബിത് പത്രയെ പോലെ, അതുപോലെ പുരന്ദരേശ്വരിയെ പോലെയുള്ള നമ്മുടെ സുഷമ സ്വരാജിൻ്റെ മകൾ ഉൾപ്പെടെയുള്ള പാർലമെൻറ്റ് അംഗങ്ങൾ ഇവരെല്ലാവരും ഇതിലുണ്ട്. അപ്പോൾ ബഹുഭൂരിപക്ഷം BJPക്ക് തന്നെയാണ്. പക്ഷേ ഈ കാര്യത്തിൽ ഇപ്പോൾ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ ഭാഗത്തു നിന്ന് 2021, 2022, 2024, 25, 26 തുടർച്ചയായി എല്ലാ അധ്യയന വർഷവും നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട്, അതോടൊപ്പം തന്നെ JEE പരീക്ഷാ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ വലിയ വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ ആ വിവാദങ്ങൾ ഇനി ആവർത്തിക്കപ്പെടാതിരിക്കാൻ വേണ്ടി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ ഭാഗത്തു നിന്ന് എന്തെല്ലാം മുൻകരുതലുകൾ ഉണ്ടാവണം. 2024 രൂപീകൃതമായിട്ടുള്ള രാധാകൃഷ്ണൻ കമ്മിറ്റി റിപ്പോർട്ട്, ആ റിപ്പോർട്ട് പാർലമെൻറ്റിനെ
മേശപ്പുറത്തുണ്ട്. ഇനി അതല്ലെങ്കിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അതിനെ സംബന്ധിച്ച് കൃത്യമായ വിലയിരുത്തൽ നടത്തിയിട്ടുണ്ട്. ആ ശുപാർശകളുടെ അടിസ്ഥാനത്തിലുള്ള മാറ്റങ്ങൾ, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റി പാർലമെൻറ്റിൻ്റെ മേശപ്പുറത്ത് വെച്ചു. ഇനി അതല്ലെങ്കിൽ ഗവൺമെൻറ്റിലേക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ യാതൊന്നും പരിഗണിക്കാതെ ഇപ്പം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെയൊക്കെ അവസ്ഥ എന്താണ് നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കുമ്പോഴല്ലേ മനസ്സിലാകുന്നത്. യാതൊരു തരത്തിലുള്ള ഒരു സംവിധാനമില്ല. കേവലം ഒരു സെൽഫ് ഫിനാൻസിങ് സൊസൈറ്റിയെ പോലെ പ്രവർത്തിക്കുന്നു. ഡയറക്ടർ ജനറൽ മാത്രം, ഇനി അതല്ലെങ്കിൽ കൂടെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ, ആകെ 2 ഉന്നത ഉദ്യോഗസ്ഥന്മാർ മാത്രമാണ് ഡെപ്യൂട്ടേഷനിൽ സംവിധാനത്തിലുള്ളത്. ബാക്കി മുഴുവൻ കോൺട്രാക്ട് ലേബേഴ്സാണ്. ഏതാണ്ട് 130ഓളം വരുന്ന ജീവനക്കാർ കോൺട്രാക്ട് ലേബേഴ്സായി വർക്ക് ചെയ്യുന്നു. അവർക്ക് ആരോടാണ് കമ്മിറ്റ്മെൻറ്റ്? ഇപ്പം ഈ പറയപ്പെടുന്നത് പോലെ പരീക്ഷയുടെ ഫീസ് 1700 രൂപ കളക്ട് ചെയ്യുന്നു. ഏതാണ്ട് 374 കോടി രൂപ അവരുടെ കയ്യിൽ വരുന്നു. ഈ കൈവശം വരുന്ന പണം അവരെങ്ങനെ ഉപയോഗിക്കുന്നു, എന്ത് ചെയ്യുന്നു, എന്ത് തരത്തിലുള്ള സെക്യൂരിറ്റിയാണ് ഈ പരീക്ഷാ സംവിധാനങ്ങൾക്കുള്ളത് എന്നൊക്കെയുള്ള ഇതെല്ലാം കാര്യങ്ങൾ ചികഞ്ഞു പോകുമ്പോൾ ഇപ്പോൾ CBI എൻക്വയറി ഒരു വശത്ത് നടക്കുന്നു. ഏതെങ്കിലും തരത്തിൽ നീതിപൂർവമായ ഒരു ഇടപെടൽ ഇതിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. അപ്പോൾ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹം അഴിമതി കേസിൽ പ്രതിയാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. രാജ്യം ഇന്ന് വരെ കണ്ടതിൽ വെച്ച് ഏറ്റവും രൂക്ഷമായ, ഇനി അതല്ലെങ്കിൽ ഏറ്റവും വലിയ തരത്തിലുള്ള ഒരു അഴിമതി ഇതിന് പിന്നിലുണ്ട് ഈ പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. അപ്പോൾ ആ നിലയിലൊക്കെ അതിൻ്റെ പ്രൈം റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആളെന്ന് പറയുന്നത് ഈ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കണം, അതൊരു പക്ഷേ അദ്ദേഹത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു സംഭവമായിരിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ടായിരിക്കണം ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ രാജിയെ ഇത്രമാത്രം പ്രതിരോധിക്കുന്നത് എന്നുള്ളതാണ് ഞങ്ങളുടെ പക്ഷം. ഏതായാലും ഈ കാര്യത്തിൽ രാജ്യത്തെ ചെറുപ്പക്കാർ തെരുവിലിറങ്ങി അതിശക്തമായ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുക്കുമ്പോൾ ഇനി അതല്ല, അദ്ദേഹത്തിൻ്റെ രാജിക്കപ്പുറത്ത് മറ്റൊരു ഡിമാൻഡും ഈ കാര്യത്തിൽ ഇപ്പോൾ നിലവിലില്ല. ആ ഡിമാൻഡുമായി തന്നെ മുൻപോട്ട് പോകുമെന്ന് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഉന്നയിച്ചിട്ടുണ്ട്. ആ നിലയിൽ സമരം ഇനിയും ശക്തി പ്രാപിക്കും. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.